ഹായ്, ഞാൻ വീണ്ടും വന്നു ഗീതി തൃശ്ശൂർ. ഞാൻ അറിയാലോ, നമ്മൾ ഈ മഴക്കാലമാകുമ്പോഴാണ് കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞു മഴയപ്പോൾ കൂട്ടിപ്പിടിച്ചു, പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ. ഇന്നും അതുതന്നെയാണ് അവസ്ഥ, മഴയാണ്. ഇന്ന് വീഡിയോ ചെയ്തത് നമ്മൾ ടൈറ്റിൽ കണ്ടില്ലേ, ടൈറ്റിൽ കണ്ട പോലെ നമുക്കറിയാം നമ്മുടെ അപ്പം ചുറ്റുമുണ്ടാവും ഈ സംഗീതം അത്ര പഠിക്കാത്ത ആൾക്കാരൊക്കെ അല്ലേ. എല്ലാവരും ശാസ്ത്രീയ സംഗീതം പഠിച്ച ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ ഞാൻ അത്ര പഠിച്ചിട്ടൊന്നുമില്ല, അല്ല, ഞാൻ ബേസിക് മാത്രം വന്ന് 2 ക്ലാസ് പോയിട്ടുണ്ടെന്നല്ലാതെ അത്ര വലിയ അറിവുള്ള ആളൊന്നുമല്ല. പക്ഷേ അതുപോലും ഇല്ലാതെ സംഗീതത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടൊരു അറിവില്ലാത്ത എത്രയോ പേർ പാടുന്ന കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടെന്ന് അറിയും. എനിക്കൊന്നും അത്രയോ ഒരു രക്ഷയില്ല അതുപോലെ ഒന്നും പാടാനൊന്നും. അപ്പോൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ ശാസ്ത്രീയ സംഗീതം പഠിക്കാതെ, അതിനെപ്പറ്റി അറിവില്ലാതെ നന്നായിട്ട് പാടുന്നത്, അതിമനോഹരമായിട്ട് പാടുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയണം, അതായത് ഈ ബ്രീത്ത് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ സംഗീതം പഠിച്ച ആൾക്കാർക്ക് മാത്രമൊന്നുമല്ല, പഠിക്കാത്ത ആൾക്കാർക്കും അത് ചെയ്യാവുന്നതാണ്, വളരെ സിമ്പിളായിട്ട്. അതായത് ഇപ്പോൾ സാരി ഗ മ പ ധ നി സ അല്ല, എല്ലാവർക്കും അറിയാം. അതായത് ഇപ്പോൾ സാരി ഗ മ പ ധ നി സ എന്ന് പറയുമ്പോൾ ആരോഹണം, സ നി ധ പ മ ഗ രി സ അവരോഹണം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പാടുമ്പോൾ നമുക്കെല്ലാവർക്കും പറ്റുന്ന പാടുന്നതാണ്. കുറച്ച് പിന്നെ രീ പാടുമ്പോൾ കുറച്ച് മുകളിൽ പാടും, രീ. ഗ പാടുമ്പോൾ കുറച്ച് മുകളിൽ പാടും, ഗ. അതാണ് ആരോഹണം. അവരോഹണം അറിയാം, മുകളിൽ നിന്ന് താഴേക്ക്. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എനിക്ക് അറിയാവുന്ന ടിപ്പ് പറയാണ്. നമ്മൾ സാ പാടില്ലേ, ഈ സാ പാടുമ്പോൾ സാര കൂടെ 2 തവണ പാടാം, സ സ. മനസ്സിലായ? അതുപോലെ രീ പാടുമ്പോൾ തൊട്ട് മുകളിൽ 1 തവണ പാടുള്ളൂ. പക്ഷെ നമ്മൾ പാടുമ്പോൾ രീ. അത് ബ്രീത്ത് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം. സ പാടുമ്പോൾ സ 2 തവണ, സ സ അല്ലേ. രീ പാടുമ്പോൾ രീ. ഗ പാടുമ്പോൾ ഗ ഗ. മനസ്സിലായ? മൊത്തം അങ്ങനെ. മാ പാടുമ്പോൾ മാ. പ പാടുമ്പോൾ 2 തവണ പ. ദ ദ നീ സ സ അടാ. അപ്പോൾ ഈ സ രി ഗ മ പ ധ നി സ ഇത് പാടുമ്പോൾ ഓരോ സ്വരങ്ങളും നമ്മൾ 2 തവണ വെച്ച് പാടാം. സ സ രി ഗ ഗ മ പ ദ ദ നീ സ സ. അതുപോലെ തന്നെ ആരോഹണം അല്ല അവരോഹണം. സ സ നീ ദ ദ പ മ ഗ ഗ രി സ സ. കണ്ട? അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിളായിട്ട് സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ. ഇത് 2 തവണ, ഓരോ സ്വരങ്ങളും 2 തവണ വെച്ച് പാടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇത് പാടാൻ, അതായത് ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികൾ, ഈ വീഡിയോ കണ്ട് ഇപ്പോൾ തെറി പറഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് തന്നെ പോകട്ടെ, ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യത്തെ കാലം എന്ന് പറയും, അത് ഏറ്റവും താഴത്തെ കാലം, വളരെ ഏറ്റവും സ്ലോവിൽ പഠിക്കണം. എന്ന് വെച്ചാൽ ഏറ്റവും താഴത്തെ കാലം, 1-ാം കാലം എന്നാണ് ശാസ്ത്രജ്ഞർ പഠിപ്പിക്കുന്നവർ പറയുക. 1-ാം കാലം ഏറ്റവും താഴത്ത്. അതേപോലെ ഏറ്റവും താഴത്ത് എന്ന് പറയുമ്പോൾ സ 2 തവണ സ സ അല്ലേ. രി ഗ ഗ മ പ ദ ദ നീ സ സ. ഇത്രയും സ്ലോവിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ വളരെ സ്പീഡിൽ പാടാൻ പറ്റും. മനസ്സിലായ? അപ്പോൾ നമുക്ക് ബ്രീത്ത് കൺട്രോൾ കറക്റ്റ് കിട്ടുകയും ചെയ്യും. ഏത് സ്വരങ്ങളും പാടാൻ പറ്റും, ഏത് പാട്ടും പാടാൻ പറ്റും. എത്ര കടിച്ചാൽ പൊട്ടത്തെ പാട്ടായാലും ഇപ്പോൾ നമ്മുടെ ഈ പടകാളി ചണ്ടി ചങ്കിരി ബോർക്കിരി മാർക്കിന് ഭാഗത്തിൽ അടിയടി ഇതൊക്കെ പാടാൻ പറ്റും. ഈ സാധനം പ്രാക്ടീസ് ചെയ്താൽ മതി. അതായത് ഏറ്റവും താഴ്ത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്പീഡിൽ പാടാൻ പറ്റും. സ സ രി ഗ ഗ മ പ ദ ധ നി സ സ നി ധ ധ പ മ ഗ ഗ രി സ സ. കുറച്ച് സ്പീഡ് ഞാൻ സ്പീഡ് കൂട്ടിയില്ല, ഇനിയും സ്പീഡ് കൂട്ടാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ തവണ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനിപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരം വെളുത്ത് എണീക്കണം, കുളിക്കണം, കുളത്തിലേക്ക് പോകണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നല്ലതാണ്. ആ ശാസ്ത്രമായിട്ട് പഠിക്കുന്നവർ അത് ഒരു ചിട്ടയോട് പറയുന്നതാണ്. നമുക്ക് എപ്പോഴും സൗകര്യം അത് ചെയ്യാം. നിങ്ങൾക്ക് പണിയെടുക്കുമ്പോഴാണ് പറ്റുന്നത്, അത് അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തോ. എന്താ പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ സംഗീതം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, വരുമാനം കിട്ടി ലക്ഷങ്ങളും 1000 വരുമാനമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് നടക്കും. അവർക്ക് രാവിലെ എണീറ്റിട്ട് സാധകം ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നടക്കും. വേണമെങ്കിൽ കുളത്തിൽ പോയി പാടാനും പറ്റും. നമ്മൾ ഈ കൂലിപ്പണിക്കാർ രാവിലെ എണീറ്റ് ഇപ്പോൾ സാധകം ചെയ്യാൻ സമയം കിട്ടും. വേഗം അന്നത്തെ വരുമാനം കിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഓടുന്ന സമയത്ത് സാധകം ചെയ്യാതിരിക്കുകയോ ഇല്ല. നമ്മൾ ഈ പട്ടിണി അല്ല, ഈ പണിക്ക് പോണതിൻ്റെ ഇടയിൽ കൂടി സംഗീതം അല്ലെങ്കിൽ നമ്മുടെ കല നമ്മൾ കളയില്ല അല്ലേ. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ പറ്റാത്ത ആൾക്കാർ ഇനി എനിക്കൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഒരിക്കലും കരുതിയിരിക്കേണ്ട. നിങ്ങൾക്ക് അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ പുറത്ത് നമ്മൾ വീട്ടിൽ പണിക്ക് പോകുമ്പോഴും നമ്മൾ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകുമ്പോഴൊക്കെ സമയങ്ങളുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പണിയെടുക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പാട്ട് പാടാം അല്ല, പ്രാക്ടീസ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് കിട്ടാം. എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാമെന്ന്. ഞാനും വെളുക്കുമ്പോൾ പുലർച്ചനെ വേണമെന്ന് ഒരു നിർബന്ധമില്ല.
അങ്ങനെ സൗകര്യമുള്ളവർ ചെയ്തോട്ടെ എന്ന് വെച്ചാൽ നിങ്ങളെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യാതിരിക്കണ്ട. അതല്ല വീഡിയോ കാണാനായിട്ട് താല്പര്യം അതിന് മുണ്ടാണ് അവിടെ പോക്കോ, ഒരു കുഴപ്പമില്ല. പൊങ്കലും നിടാൻ വരണ്ട, ആവശ്യമുള്ളവർ പഠിക്കട്ടെന്നേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നി നി സ സ സ സ നി നി ദ ധ പ പ മ മ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ മ മ പ പ ദ ധ നി നി സ സ സ സ നി നി ദ ധ പ പ മ മ ഗ ഗ രി രി സ സ. ചുരുക്കം കിട്ടിയാൽ ഇതാണ് സരിഗമ പദ നിസ്സാര ആരോഹണം അവരോഹണം. നമ്മൾ ബ്രീത്ത് കൺട്രോളിന് വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ്. ഇതൊന്നുമല്ല, ഇനിയുണ്ട്. അതായത് ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചിലപ്പോൾ പഠിക്കുമ്പോൾ പിന്നെയും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അടുത്ത് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ സസ രി രി ഗ ഗ മാമ അവിടെ വരെ പാടുള്ളൂ, മനസ്സിലായി. പിന്നെ നമ്മൾ അടുത്ത് രീമ പിടിക്കണം. രി രി ഗ ഗ മാമ പാപ്പ, മനസ്സിലായി. അപ്പോൾ സാ കഴിഞ്ഞ് രീ കഴിഞ്ഞു. അടുത്ത് ഗ പിടിക്കണം. ഗ ഗ മാമ പാപ്പ ദാദ ഗ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാ പിടിക്കണം. മാമ പാപ്പ ദാദ നീനി. അത് കഴിഞ്ഞിട്ട് പാ പിടിക്കണം. ദാ പിടിക്കണം. ദാദ പാപ്പ മാമ ഗ ഗ രീ രി മാമ പാപ്പ ദാദ നീനി. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എന്താ, ഇത് നമ്മുടെ ടോപ്പ് സിംഗറിൽ നമ്മൾ പാടിയത് ടോപ്പ് സിംഗറിൽ നമ്മുടെ മധു ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മധു ബാലകൃഷ്ണൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ സ്വരങ്ങൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് സംഗീതത്തിൻ്റെ അല്ലെ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഏറ്റവും ബേസിക്കലത്തെ പാഠം. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പാടാൻ പറ്റും, എങ്ങനെ വേണമെങ്കിൽ പാടാം. കീർത്തനം ഇതൊക്കെ നമ്മൾ വേറൊരു മേഖലയാണ്, മനസ്സിലായോ. പാട്ടിൻ്റെ ബേസിക് ഇതാണ്. സംഗീതം പഠിക്കണം അല്ലെങ്കിൽ സംഗീതം പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബേസിക് ഇതാണ്. ഏത് ബ്രീത്ത് കൺട്രോൾ കിട്ടാനും നമ്മുടെ സ്വരങ്ങളും സ്വരസ്ഥാനങ്ങളും ഒക്കെ കറക്റ്റ് ആവാനും ഇതാണ്. നേരത്തെ പാടി വന്ന ഇതാണ്. സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ നി നി പ പ ദ ദ നി നി സ സ സ സ നി നി ദ ദ പ പ നി നി ദ ദ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. മനസ്സിലായി. അതായത് സ രി ഗ മ പ ദ നി സ പാടി നമ്മൾ ആദ്യം 2 തവണ വെച്ച് പാടി. സ സ രി രി ഗ ഗ മ മ പാടില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സ്വരങ്ങളും പിടിക്കും. അതായത് സ സ രി രി ഗ ഗ മ മ നിർത്തി, രി രി ഗ ഗ മ മ പ പ നിർത്തി, ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ നി നി പ പ ദ ദ നി നി സ സ സ സ നി നി ദ ദ പ പ നി നി ദ ദ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. 4 സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ വിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പാടി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മുടെ തൊണ്ട അല്ലെങ്കിൽ നമ്മുടെ പച്ചയ്ക്ക് അങ്ങനെ തുറന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തൊണ്ട തുറന്ന് കിട്ടും, ബ്രീത്ത് കൺട്രോൾ കിട്ടും, ഏത് പാട്ടും പാടാൻ പറ്റും. മനസ്സിലായി. ഇത് അറിയാവുന്നവർ ചെയ്തോ, അറിയാവുന്നവരല്ല ആഗ്രഹമുള്ളവർ ഇത് ചെയ്തോ. അത് പാടി അവസാനിപ്പിക്കാം. സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ മ മ പ പ ദ ദ നി നി പ പ ദ ദ നി നി സ സ സ സ നി നി ദ ദ പ പ നി നി ദ ദ പ പ മ മ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ നി നി പ പ ദ ദ നി നി സ സ സ സ നി നി ദ ദ പ പ നി നി ദ ദ പ പ മ മ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. ഇങ്ങനെയാണ്. ഇതിലെവിടെ പറഞ്ഞാൽ തെറ്റിയിട്ടുണ്ട് കേട്ടോ, സോറി. തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഞാനിത് വർഷങ്ങളായിട്ടുള്ള അടച്ചു വെച്ചിരിക്കുകയാണ്. ചെറുപ്പത്തിലേ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വർഷങ്ങളായിട്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ആഗ്രഹത്തൊക്കെ ഇപ്പോൾ ഇതാരും പഠിപ്പിക്കാനൊന്നുമില്ല. ഞാനിത് ഇനി പൊടി തട്ടി ഞാൻ വലിയ പാട്ടുകാരനാവാനുമല്ല. പാടത്തൊന്ന് ഓർത്തെടുക്കാനുള്ള ആഗ്രഹമുണ്ട്. ഇതൊന്ന് പറഞ്ഞൊന്ന് മാത്രം പാടിയെന്ന് മാത്രം. എവിടേക്കോ തെറ്റിയിട്ടുണ്ട്. ഇനി പാട്ട് പഠിച്ചെടുത്തിന് കുറ്റം കണ്ടുപിടിക്കാനൊന്നും വരണ്ട. ഇത് ആഗ്രഹമുള്ളവർ പഠിക്കാൻ പറ്റുന്നത് പഠിച്ചോട്ടെ അല്ലേ. അപ്പോൾ തിരിച്ചു പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഗിരി തൃശ്ശൂർ.